ഡിഗ്രി ലെവൽ എക്സാം കഴിഞ്ഞവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് SSC CGL എക്സാം. അപ്പോൾ SSC CGL എക്സാം ഇനി വരാൻ പോവുകയാണ്. വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരാനും അതിൻ്റെ എക്സാം വരാനും ഒക്കെ ആയിട്ട് ഇനി കുറച്ച് ടൈമേ ഉള്ളൂ. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, SSC CGL 2024 എത്ര വേക്കൻസീസ് കാണും, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ SSC CGL 2024 നടക്കാൻ പോണ എക്സാമിൻ്റെ ഓരോ വർഷവും നമുക്ക് SSC CGL എക്സാം ഉണ്ട്, CHSL എക്സാം ഉണ്ട്. CHSL എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലാണ്, CGL എന്ന് പറയുമ്പോൾ ഗ്രാജുവേറ്റ് ലെവലാണ്. അപ്പോൾ ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് CGL എക്സാം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എക്സാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. വേക്കൻസീസ് ഒന്നും കറക്റ്റായിട്ടൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിട്ടൊന്നും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും 2024 വരാൻ പോകുന്ന CGL വേക്കൻസിയുടെ ഒരു അപ്രോക്സിമേറ്റ് കൗണ്ട് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇന്ന് അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്ന് പറഞ്ഞേക്കാം. എല്ലാവരും അത് ശ്രദ്ധിക്കുക. എത്ര വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല, എത്ര സാലറി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കറക്റ്റ് ടൈമിന് അപ്ലൈ ചെയ്യുക. പലരും എക്സാം കഴിഞ്ഞിട്ട്, എക്സാം ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് അയ്യോ ഇത് കഴിഞ്ഞു പോയെന്ന് ആലോചിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡേറ്റ്സ് തന്നെ നമ്മൾ ആദ്യമേ ഓർമ്മിപ്പിക്കുവാണ്. നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടായിരിക്കും SSC CGL ജൂണിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും കേട്ടോ. ജൂലൈക്കുള്ളിൽ അപ്ലൈ ചെയ്യണം. അപ്പം ഇപ്പോൾ ജൂൺ 11 ആണ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ഒരു കൃത്യമായ ഡേറ്റ് ഞാൻ 11 പറയുന്നില്ല, കാരണം ഇപ്പോൾ CHSL ഒരു കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് കുറച്ച് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും ജൂൺ മാസത്തിൽ തന്നെ നമുക്ക് CGL നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞ് 1 മന്തിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. വളരെ കുറച്ച് ഡേറ്റ്സ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും ലാസ്റ്റ് ഡേറ്റിലോട്ട് പെൻഡിങ് വെച്ചേക്കരുത്. കാരണം അപ്പോഴത്തേക്ക് സൈറ്റ് ബിസി ആവാൻ ചാൻസ് ഉണ്ട്. അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ജൂണിൽ നമുക്ക് SSC CGL നോട്ടിഫിക്കേഷൻ വരും. നെക്സ്റ്റ് മന്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുവാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നമുക്ക് എക്സാമും ഉണ്ട്. അപ്പോൾ ജൂണിൽ നോട്ടിഫിക്കേഷൻ വന്ന് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിൽ നമുക്ക് എക്സാമും നടക്കുവാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, എത്ര വേക്കൻസീസ് ഉണ്ട്, ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് നോക്കാവേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ, SSC CGL എക്സാം പാസ്സായ നിങ്ങൾക്ക് കിട്ടാവുന്ന ജോലികൾ എന്തൊക്കെയാണ്? നമ്മളെപ്പോഴും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണ്, അവിടെ എന്തൊക്കെ പോസ്റ്റുകളാണുള്ളതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ നമുക്ക് നോക്കാം. GST ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട്, അതുപോലെ ടാക്സ് അസിസ്റ്റൻറ്റ് GST ഉണ്ട്, TA ITA ഉണ്ട്, അതുപോലെ ഓഡിറ്റർ പോസ്റ്റുകൾ, ASO UDC പോസ്റ്റുകൾ, PO പോസ്റ്റ്, CBIയുടെ പോസ്റ്റുകൾ, അതുപോലെ തന്നെ കസ്റ്റംസ് ഇൻസ്പെക്ടർ, CBN ഇൻസ്പെക്ടർ, പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടൽ അസിസ്റ്റൻറ്റ്. ഇത് രണ്ടും പണ്ട് CHSL എക്സാമിനകത്ത് വരുന്നതായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷം കൊണ്ട് പോസ്റ്റൽ അസിസ്റ്റൻറ്റും സോർട്ടിംഗ് അസിസ്റ്റൻറ്റും ഒക്കെ CGL പാർട്ടായിട്ടുണ്ട്. അതുപോലെ എക്സാമിനർ പോസ്റ്റ്, എക്സ്റ്റേണൽ അഫേഴ്സ് പോസ്റ്റ്, അതുപോലെ ITA പോസ്റ്റ്, എല്ലാം ഗ്രാജുവേറ്റ് ലെവൽ എക്സാം പോസ്റ്റുകളാണ് കേട്ടോ. ഈ പോസ്റ്റുകളിലോട്ടെല്ലാം ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ മസ്റ്റാണ്. ITA എന്നൊന്നും കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട. നമുക്ക് ഗ്രാജുവേഷനാണ്, ഡിഗ്രി ലെവൽ തന്നെ വേണം കേട്ടോ. ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ പോസ്റ്റുകളാണ് ഇതെല്ലാം. അപ്പം CGL പോസ്റ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റുകളിലോട്ടാണ് നമ്മൾ CGL എക്സാം ക്ലിയർ ചെയ്ത് കയറേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ പോസ്റ്റുകളിലും കുറേ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസ് RTA ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. GST ഇൻസ്പെക്ടറിലേക്കുള്ള പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസ് പറയാം. അതിൽ കുറച്ചൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പോസ്റ്റൽ അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇനി വരാം. അപ്പം നമ്മളിപ്പോൾ ഒരു വേക്കൻസീസിൻ്റെ എണ്ണം പറയുന്നതിന് കൂടാനായി ചാൻസ് ഉള്ളൂ. കാരണം പോസ്റ്റൽ അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, സോർട്ടിംഗ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് സോഡുകളുടെ വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ ഇനിയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് നമുക്ക് വേക്കൻസി പറയാം. പ്ലസ് ആയിരിക്കും, അതിൽ പ്ലസ് ആയിരിക്കും നമുക്ക് വേക്കൻസി വരാൻ പോണത്. പോസ്റ്റ് വൈസ് വേക്കൻസി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി ഇപ്പോൾ വന്നേക്കുന്നത് GST ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് കേട്ടോ. GST ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് 2700 പരം വേക്കൻസീസ് ആണ് അറിയപ്പെടുന്നത്. ഇതിനകത്ത് ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കാം. ഓൾമോസ്റ്റ് ഏകദേശം നമുക്ക് ഇത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ടാക്സ് അസിസ്റ്റൻറ്റ് GST ആണെങ്കിൽ 1200+ വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടാക്സ് അസിസ്റ്റൻറ്റ് തന്നെ ITA ആണെങ്കിൽ 2300+ വേക്കൻസീസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ CGL ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റ് ഓഡിറ്റർ പോസ്റ്റ് അല്ലേ. ഓഡിറ്റർ പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1800 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ
ASO CSS പോസ്റ്റുകൾക്ക് 1000+ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. PO പോസ്റ്റുകൾക്ക് 300+ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാമിനർ പോസ്റ്റുകൾക്ക് 100+ വേക്കൻസീസ് ഉണ്ട്. അതുപോലെ ITI പോസ്റ്റുകൾക്ക് 400+ വേക്കൻസീസ് ഉണ്ട്. അതുകൊണ്ട് UDC പോസ്റ്റുകൾ, അങ്ങനെ കുറച്ച് പോസ്റ്റുകളുണ്ട്. കുറച്ച് കൗണ്ട് കുറഞ്ഞ പോസ്റ്റുകളുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് കുറച്ച് പോസ്റ്റുകൾ ഇനി റിപ്പോർട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അതർ പോസ്റ്റ് ഇനി അനൗൺസ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു വേക്കൻസീസ് ആണുള്ളത്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 10,000+ വേക്കൻസീസ് പറയാൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി ഒരു 10,000-ൽ കൂടുതൽ വേക്കൻസീസ് നമുക്ക് CGL 2024 നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എക്സാക്റ്റ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് കൗണ്ട് അറിയാൻ പറ്റും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വേക്കൻസീസും കൂടെ നമ്മുടെ ആ നോട്ടിഫിക്കേഷനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഒരു ചാൻസ് ആണ് 10,000+ വേക്കൻസീസ് CGL വരിക എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. മാക്സിമം എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ജൂണിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടല്ല പഠിച്ചു തുടങ്ങേണ്ടത്, നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. CGLൻ്റെ സീരീസൊക്കെ നമ്മുടെ യൂട്യൂബ് സെക്ഷൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ചോദിക്കുന്നവർക്ക് എനിക്ക് ഇതേ പറയുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മുടെ CGLൻ്റെ നമ്മുടെ യൂട്യൂബിൽ കൊടുത്തിരിക്കുന്ന ക്ലാസ്സുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 10,000+ വേക്കൻസീസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം CGLൻ്റെ Tier 1 വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ QA ആകുമ്പോഴത്തേക്കും നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 25 ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 50 മാർക്കിൻ്റെ QA ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അതുപോലെ റീസണിങ് വരുമ്പോഴത്തേക്കും 25 ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 50 മാർക്സ് ആണ്. Tier 1 കാര്യമാണ്, CGL എക്സാമിൻ്റെ Tier 1 കാര്യമാണിത്. അതുപോലെ അടുത്ത് വരുന്നത് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് സെക്ഷനാണ്. അപ്പോൾ അതും 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് തന്നെയാണുള്ളത്, 50 മാർക്കാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷും നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 50 മാർക്സ് ഉണ്ട്. അപ്പം ഒരു മണിക്കൂറിൻ്റെ എക്സാമാണ്. അതുപോലെ ടൈം ഡിവിഷൻ ഒരിക്കലും നിങ്ങൾ എക്സാമിന് ഈക്വലി ഡിവൈഡ് ചെയ്യരുത്. കാരണം ജനറൽ അവയർനെസ് CAക്കൊന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് വായിച്ച് നോക്കുക, ക്വസ്റ്റ്യൻ ആൻസർ അറിയാമെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾ ഈക്വൽ ഡിവിഷൻ ഒന്നും ഇതിനകത്ത് കൊടുക്കരുത്. ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ടൈം സേവ് ചെയ്ത് മാത്സിന് കൊടുക്കുക കേട്ടോ. അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിലും ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാതെ, കട്ട് ഓഫ് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് GK ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പോയി റീസണിങ് ക്വസ്റ്റ്യൻ ചെയ്യാം, റീസണിങ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പോയി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് അതൊക്കെ ഒരു ചാൻസ് ആണ്, നമുക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു ചാൻസ് ആണ് കേട്ടോ. അപ്പോൾ എക്സാം എഴുതുന്നതിനും ഒരു സ്ട്രാറ്റജി ഉണ്ടെന്നാണ് മീനിങ്. എക്സാം എഴുതുന്നതിനും ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആദ്യം ഏത് എഴുതണം, നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ജനറൽ അവയർനെസ്സിൻ്റെ ആ 25 ക്വസ്റ്റ്യൻ ആദ്യമേ അറ്റൻഡ് ചെയ്യാം. അതിൽ അറ്റൻഡ് ചെയ്ത് അറിയാവുന്ന മാത്രം എഴുതി ബാക്കി ടൈം നമുക്ക് സേവ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട്, കാരണം നിങ്ങൾ മാത്സിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം അതിനകത്ത് ഇരുന്ന് പോവും, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കാണണം എന്നില്ല, ടൈം പോവാം. GKക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവാം, അത് വായിക്കാൻ പോലും ചിലപ്പോൾ ടൈം കിട്ടണമെന്നില്ല. അതുകൊണ്ട് ആദ്യം അവിടെ സ്റ്റാർട്ട് ചെയ്യുക, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്, പിന്നെ ഇംഗ്ലീഷ് നോക്കുക, എന്നിട്ട് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ആ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും, കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, മാത്സ് ലാസ്റ്റ് എടുത്താൽ മതി. മാത്രമല്ല മാത്സിൽ കുറച്ച് ടൈം സേവ് ചെയ്ത് വെക്കണം, മറ്റ് ടോപ്പിക്സിൽ നിന്ന് ടൈം സേവ് ചെയ്ത് വെക്കണം. ഇനി ഓരോന്നിനും കൃത്യമായ സിലബസ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെ പഠിക്കണം, റീസണിങ്ങിൽ എന്തൊക്കെ പഠിക്കണം, ഇംഗ്ലീഷ് എന്തൊക്കെ പഠിക്കണം, കൃത്യമായ സിലബസ് ഉണ്ട്. ആ സിലബസിൽ നിന്ന് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓരോ വർഷം എക്സാം നടക്കുവാണ്, അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു ക്ഷാമവും ഇല്ല. നിങ്ങൾ ആ ഇപ്പോൾ മാത്സ് ആണെങ്കിൽ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് പഠിച്ചിട്ട്, ബേസിക് കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ PYQs പ്രാക്ടീസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഓഫ് മാർക്ക് സ്കോർ ചെയ്യാൻ 100% ഷുവറാ പറ്റും. അപ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അതാണ്, നിങ്ങൾ ആദ്യം സിലബസ് ബേസ്ഡ് ടോപ്പിക്സ് കവർ ചെയ്യുക. QA ആണെങ്കിൽ റീസണിങ് ഒക്കെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ, കുറച്ച് ടോപ്പിക്സ് അധികമുള്ളൂ നമുക്ക് QAക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. റീസണിങ് കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. പിന്നെ ഒരു കുറച്ച് ഏരിയ കൂടുതൽ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് കുറച്ച് അധികം പഠിക്കാനുള്ളത്. അതും സെലക്ട് ചെയ്ത് പഠിക്കാം. അപ്പം അത് സെലക്ട് ചെയ്ത് പഠിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ നമുക്ക് ഓരോരോ GK സെക്ഷൻ്റെ ഓരോരോ സ്പെഷ്യൽ ഡേ നമ്മുടെ യൂട്യൂബ് സെക്ഷന് പോകുന്നുണ്ട്. അത് ഫോളോ ചെയ്താൽ തന്നെ GK നിങ്ങൾക്ക് കവറായി കിട്ടും. അതുപോലെ തന്നെ ഇംഗ്ലീഷും നമുക്ക് കുറച്ചൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് ബേസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ SSC CGL ഈസ് ഈക്വൽ ടു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്ത് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ,
പിന്നെ പഠിക്കേണ്ട ബുക്സ്, പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓരോ ദിവസം എത്ര മണിക്കൂർ ഏതൊക്കെ ടോപ്പിക്സ്, അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തു തരാം. ഈ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം വരെയുള്ള ടൈം നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തു തരാം. ഓക്കെ, ദെൻ ഓക്കെ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ SSC CGL ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ ഓൺലൈൻ, നിങ്ങൾക്ക് ഓഫ്ലൈൻ വന്ന് പഠിക്കാൻ പറ്റില്ല, ഓൺലൈൻ ആണ് വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു നമ്പർ ഒന്ന് നോട്ട് ചെയ്തു, ഈ നമ്പറിൽ കോൾ ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു എക്സാമിനെ പറ്റി അറിയണമെങ്കിലും ഈ എക്സാമിൻ്റെ കോഴ്സിനെ പറ്റിയും അതിൻ്റെ ക്ലാസ്സുകളെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ വേക്കൻസീസ് അറിഞ്ഞു, എന്ന് എക്സാം വരുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ പഠിച്ചു തുടങ്ങുകയാണ് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലിരിക്കുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്, ബൈ.